ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തോട്ട് ബയസിനെ കുറിച്ചാണ്. സോ ഈ ബുക്കിൽ 6 തോട്ട് ബയസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആറ് തോട്ട് ബയസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബയസിങ് എന്താണെന്ന് അറിയാം, ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചായ്വുള്ളത് പോലെ. സോ തോട്ട്സിനും അങ്ങനത്തെ ഒരു ചായ്വുണ്ട്. സോ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ നമുക്കിങ്ങനെ മൂഡ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, സോ അത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി ഞാൻ വായിച്ചപ്പോൾ എല്ലാവരും. സോ ഇതാണ് ആദ്യത്തത്. മൈൻഡ് റീഡിംഗ് ആണ്. മൈൻഡ് റീഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അസ്യൂം ചെയ്യുക. ലൈക്ക് ഇപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരി കുറെ നാളായിട്ട് വിളിച്ചിട്ടില്ല, അപ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും വിളിക്കാതിരിക്കുക. പക്ഷെ നമ്മൾ തന്നെ അസ്യൂം ചെയ്യും, അവൾക്ക് എന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് താല്പര്യമില്ല, എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. സോ വിളിച്ച് ക്ലാരിഫൈ ചെയ്യാതെ നമ്മൾ തന്നെ അസ്യൂം ചെയ്യും അവൾക്ക് എന്നോട് ദേഷ്യമാണ്. സോ അതിനെയാണ് നമ്മൾ മൈൻഡ് റീഡിങ് എന്ന് പറയാം. അടുത്തത് ഓവർ ജനറലൈസേഷൻ. ഇത് നമ്മൾ മിക്കവരും ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഇപ്പോ എനിക്ക് പണ്ട് ഉണ്ടായിരുന്നത്, അതായത് കാലത്ത് എണീറ്റിട്ട് വല്ല ചായ സ്പില്ലായി പോവേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം സ്കൂളിൽ പോകുമ്പോൾ മറന്നിട്ട് പോവേ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം പോയി എന്ന് വിചാരിക്കത്തില്ലേ, അതിനെയാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയാം. ഇനി ഈഗോ സെൻട്രിക് തിങ്കിങ് ഉണ്ട്. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകുന്ന കാര്യമാണ്. ഇന്നലെയും ഞാൻ എൻ്റെ തെറാപ്പി സെഷനിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സ്, വാല്യൂ, കോർ വാല്യൂസ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളല്ലേ, അത് ബാക്കി ഉള്ള ആൾക്കാരായിട്ട് സെയിം അല്ല. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അവരും ചെയ്യണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആക്ച്വലി ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ്. സോ ലൈക്ക് ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരാളിപ്പോൾ ലേറ്റ് ആയി വന്നെന്ന് വെച്ചോ, എന്നിട്ട് അവരോട് പറയാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കാം ഞാനാണെങ്കിൽ അങ്ങനെ ലേറ്റ് ആയിട്ട് വരില്ല, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ പറയുന്ന ആ ഒരു ഈഗോ സെൻട്രിക് തിങ്കിങ്, അങ്ങനെ പറയുന്നതിനാണ് ഈഗോ സെൻട്രിക് തിങ്കിങ് എന്ന് പറയാം. ഇമോഷണൽ റീസണിങ് നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുള്ള കാര്യമായിരിക്കും. ലൈക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അത് ഫാക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പോ എന്താ പറയാ, നമ്മുടെ ഇമോഷന്റെ ബേസിസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പോ അതുകൊണ്ടാണ് നമ്മളോട് എല്ലാവരും പറയുന്നത്, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ലോ ആയിട്ടിരിക്കുമ്പോൾ ഒരു ഡിസിഷനും, പ്രത്യേകിച്ച് ലൈഫ് ചേഞ്ചിങ് ഡിസിഷനൊന്നും എടുക്കരുതെന്ന്. അടുത്തത് മസ്റ്റ് ആൻഡ് ഷുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കുറെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് വെക്കാം. ആൻഡ് ഐ ഷുഡ്, ഇത്രയും സമയത്തിനുള്ള ഐ ഷുഡ് ബി ബില്യണിയർ, അല്ലെങ്കിൽ ഐ ഷുഡ് ഡു ദിസ്. ഇതിന്റെ ഒരു ചെറിയ വേർഷൻ ആണ് ഞാൻ അന്ന് പറഞ്ഞത്, ലൈക്ക് എൻ്റെ എക്സാമിന്റെ കാര്യം. സോ ആ എക്സാം ലൈക്ക് അത് കിട്ടോ കിട്ടാതിരിക്കോ എന്നുള്ളത് സെക്കൻഡ് ചാൻസ്. പക്ഷെ ഒരു കാര്യം, പക്ഷെ അത് കിട്ടിയില്ലാത്തതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, റൈറ്റ്? സോ ഗോൾസ് വെക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് ഇല്ലെങ്കിലും, അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. അതിനെക്കുറിച്ചാണ് മസ്റ്റ് ആൻഡ് ഷുഡ്സ് പറഞ്ഞിരുന്നത്. പിന്നെ ഇതാണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്നുള്ളത്. എക്സ്ട്രീം മാത്രമായിട്ട് ചിന്തിക്കാം. ലൈക്ക് ഇപ്പൊ എങ്ങനെയാ പറയാ, ഞാൻ എൻ്റെ 100% ചെയ്തില്ലെങ്കിൽ ഞാൻ ഫെയിലിയർ ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോ ഒരാള് ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും ആ ആള് മൊത്തം ബ്ലാക്ക് ആവാം, ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേക്കും ആ ആള് ഫുള്ള് വൈറ്റ് ആവാം. ഇതിനെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തിങ്കിങ് എന്നും പറയും. സോ ആ ഒരു നടുക്കെയുള്ള ഒരു ഗ്രേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കാം, അതിനെയാണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷെ ഇതിന്റെ ഇന്റൻസിറ്റി കൂടാതെ ഇരിക്കാൻ നമ്മൾ മാക്സിമം നോക്കണം. ഓക്കെ, സോ ഇത് ഞാൻ ബുക്കിൽ വായിച്ചപ്പോൾ ഷെയർ ചെയ്യണം തോന്നിയിട്ട് ഷെയർ ചെയ്തതാണ്. സോ ഇതാണ് ആ ബുക്ക്, വൈ ഹാസ് നോബഡി ടോൾഡ് മീ ദിസ് ബിഫോർ എന്നുള്ളത്. സോ പറ്റുവാണെങ്കിൽ എല്ലാവരും വായിച്ചു നോക്കാം. ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബൈ.